ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനേ എൻ്റെ ടെറസിൻ്റെ മുകളിലുള്ളൊരു അടുക്കളത്തോട്ടം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു കുഞ്ഞ് അടുക്കളത്തോട്ടമാണ്, വലുതൊന്നുമല്ല. എൻ്റെ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങൾ വെച്ചിട്ടുള്ളൊരു അടുക്കളത്തോട്ടമാണ് കേട്ടോ. ഇതാണ് കേട്ടോ, നമ്മുടെ പയറൊക്കെ പുതിയതായിട്ട് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. പയറൊക്കെ ഇഷ്ടം പോലെ ഇരുന്നു, ഒക്കെ ഇപ്പോൾ കായ കഴിഞ്ഞിട്ട് ഞാനൊക്കെ പറിച്ച് കളഞ്ഞു. പിന്നെ ഇത് പുതിനയാണ് കേട്ടോ. ഇത് കുപ്പിയിൽ ഞാൻ പുതിന ഉണ്ടാക്കിയതാണ്, നല്ല സൂപ്പറായി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പുതിനയാണ്, ഇതൊക്കെ മാറ്റി നടാനായിട്ടോ. കുറേ ആയി ഇതൊക്കെ വെച്ചിട്ട്. ഇതൊക്കെ പയറാണ്, ഇതൊക്കെ പയറൊക്കെ നമുക്ക് നട്ടുണ്ടാക്കിയിട്ടുള്ളൂ. ഇതൊക്കെ പുതിന പുതിയ തൈകൾ വെച്ച് പിടിപ്പിച്ചതാണ്. പിന്നെ മുളക്, ഇത് ചീരച്ചെമ്പാണ്. ഇതൊന്നും എല്ലാവരും ഉണ്ടാക്കുന്ന കഴിച്ചോളൂ കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എന്താ ടേസ്റ്റ് എന്നറിയോ ഇതിൻ്റെ? ഇതിലടിയിൽ ചേമ്പൊന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ, കായൻ്റെ അടിയിലൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ഇലയും തണ്ടുമാണ് നമ്മൾ കൂട്ടാൻ വെക്കണേ, പേരിക്ക് വെക്കണേ. എന്നിട്ട് അവിടെയൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടൊക്കെയാണ്. അതൊക്കെ ഇതൊക്കെ പയറായിരുന്നു. പുതിയ തൈകൾ നമുക്ക് പയർ വിത്തൊക്കെ ഇതിൽ വാങ്ങി വെക്കണം. വെണ്ട, തക്കാളി, അങ്ങനെയുള്ള കുറേ തൈകളൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിച്ചണം. അതിൽ ഇത് കുറ്റിയമര വെച്ചതാണ്, പക്ഷേ അതൊന്നും കായ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരുപാട് പൂവൊക്കെ വന്ന് പോയി. ഇപ്പോൾ പുതിയ പൂവ് ഇടുന്നുണ്ട്, പിന്നെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർത്തിക്കാണ്. ഇല്ലെങ്കിൽ നമുക്കത് വലിച്ച് ഇടണം, എന്നിട്ട് വേറെ എന്തെങ്കിലും തൈയൊക്കെ വച്ച് പിടിപ്പിക്കണം അവിടെ. പിന്നെ ഒരു തക്കാളിൻ്റെ തക്കാളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അവിടെയും ഇവിടെയൊക്കെ ഓരോ തക്കാളി ഉള്ളൂ. ഇഷ്ടംപോലെ തക്കാളി ഇരുന്നു കേട്ടോ. എന്തൊരു തക്കാളി എന്നറിയോ, ഒക്കെ കഴിഞ്ഞു. ഞാൻ പുതിയ തൈ വെച്ച് പാകി നല്ല വലുപ്പം വന്നിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു കനത്ത മഴ വന്നപ്പോഴേ ചെറിയ തൈയല്ലേ ഒക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ വീണ്ടും രണ്ടാമത് തൈ വാങ്ങിയിട്ട് ഞാനിതാ പാകി മുളച്ചിട്ടുണ്ട്. അപ്പോൾ മൂടി വെച്ചിരിക്കുകയാണ്, അപ്പോൾ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ദിവസവും മഴയാണല്ലോ. പിന്നെ എൻ്റെ വഴുതനൻ്റെ കാര്യം പറയണ്ട. വഴുതന മരം എത്ര ഉള്ളിട്ട് കാര്യമില്ല, എന്തൊരു വഴുതനയാണ് ഉണ്ടാവുന്നതെന്ന് അറിയുമോ. ഒരുപാട് വഴുതനയാണ്. ഇന്നലെ ഞാൻ ഇതിൽ ഒരുപാട് വഴുതന അറുത്തതാണ്. ഇത് മഴയത്ത് വഴുതനൻ്റെ കായ തൂങ്ങിയിട്ട് ഒരു ഭാഗമൊക്കെ ചെരിഞ്ഞ്. അപ്പം ഞാൻ ഒരുപാട് വഴുതന അതിൽ പറിച്ചിട്ടിട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ടെറസിൻ്റെ മുകളിലാന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അടുക്കളത്തോട്ടം. ഇതാണ് പീച്ചിലാണ് കേട്ടോ. അതൊക്കെ ഞാൻ കുപ്പിയിലാക്കിയിട്ടൊക്കെയാണ്. എന്നാൽ ഈ പ്രാണി, ഈച്ച അതൊന്നും കുത്തൂലല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാവും. നല്ല ഇടി പൊട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പീച്ചിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അടുക്കളത്തോട്ടം. ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. ഇത് കോവലാണ്. ഈ കോവലും ഞാനിതാ ഇവിടെ ചട്ടിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഒരുപാട് കോവലുണ്ട് ഇതിന്. നമ്മൾ കൂട്ടാൻ വെക്കാൻ നിൽക്കലില്ല, എല്ലാവരും പച്ച വയ്ക്കരുത്. ടെറസിൻ്റെ മുകളിൽ വരുമ്പോൾ ആര് വരുമ്പോഴും ഓരോ കോവലെടുത്ത് അപ്പൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കെല്ലാം ഇഷ്ടമാണ് പച്ച കോവൽ കഴിക്കാൻ. കുട്ടികളൊക്കെ കഴിക്കും കേട്ടോ. നല്ല പയറാണ്, പയറൊക്കെ കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ.